വീഴ്ചയാന്ന് പറയത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിക്കും എന്നറിയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ കാലപ്പഴക്കം നമ്മളിത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. കാലപ്പഴക്കം എന്ന് നാട്ടുകാർ പറയുമ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, ഇതിന് വിള്ളലുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ അത് അവരോട് ചോദിച്ചറിയണം. ഞാനിപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരികയാണ്. ഞാൻ സ്പോട്ടിലേക്ക് പോയിട്ടില്ല. ഞാനിവിടെ ബാക്കി ഇങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ അവരുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് അവർക്കൊന്നും എമർജൻസി പ്രശ്നമില്ലാതെ വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇനി കുടിവെള്ളം മുടങ്ങും എന്നുള്ളത് പറയണത് തൃപ്പൂണിത്തുറ മേഖലയിൽ മുഴുവൻ വെള്ളം മുടങ്ങും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമമാണ് ഇവിടെ. കുടിവെള്ളം കിട്ടാതെ ആളുകളെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം പൂണിത്തുറ ഭാഗത്തൊക്കെ പോയിട്ട് ആളുകൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ലാതെ ഇരിക്കുമ്പോൾ ഉള്ള വെള്ളവും പോലും ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ ഇടപെട്ട് എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി പറയുന്നത്, അതായത് നേരത്തെ തന്നെ ഓവർഫ്ലോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പരാതി പറഞ്ഞിരുന്നു, ആരും അതിനനുസരിച്ചുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പരാതി പറയുന്നത്. ഓവർഫ്ലോ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നോട് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പം സമീപവാസികൾക്കാണത് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുക. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ 2 വീലർ പാർക്ക് ചെയ്ത് വെച്ചാൽ 2 വീലർ പോലും ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ വെള്ളത്തിൻ്റെ തള്ളിച്ച എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ നിവർത്തീകരിക്കണം, പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ആദ്യം ശ്രദ്ധിച്ചിട്ട് പിന്നെ വീഴ്ചയെക്കുറിച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങും എന്നതിനെ കുറിച്ചൊരു വ്യക്തത കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾ? എത്ര ഭാഗത്തേക്ക് വെള്ളം മുടങ്ങുന്നു തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം.